ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു ചിക്കൻ റെസിപ്പി ചെയ്യാനായിട്ടും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സമയം കളയാതെ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 3/4 കിലോ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ അതിലും പൊടികൾ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതനുസരിച്ച് മാത്രം ഇതിൽ ചേർത്താൽ മതി. ഇതിന് ഒരു അരമണിക്കൂർ ഞാൻ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ പീസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മറിച്ചിട്ട് കൊടുത്ത ശേഷം എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫ്രൈ ആയ ചിക്കനൊക്കെ ഞാൻ കോരി മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഇരുന്ന ചിക്കൻ കൂടി ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതേ സെയിം എണ്ണയിൽ തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലോട്ട് ഞാൻ ഒരു 2 അത്യാവശ്യം വലിപ്പമുള്ള സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്ത ശേഷം സവാള പെട്ടെന്നൊന്ന് വഴണ്ടി വരാനായിട്ട് ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ തക്കാളിക്ക് പകരം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു കറിയുടെ ഒരു പ്രത്യേകത. തക്കാളിയേക്കാളും ടേസ്റ്റ് ഈ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോഴാണ്. ഈ ടൊമാറ്റോ സോസ് ചേർത്ത് ഇളക്കിയ ശേഷം നമുക്കിതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി ഈ ഗ്രേവിയിലോട്ട് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പീസ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു സമയത്താണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തണം, ആ ഒരു രീതിയിൽ ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനൊരു 15 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ റെഡിയാക്കിയെടുത്ത ചിക്കൻ ഞാൻ ഇനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ ചിക്കൻ മുഴുവനായും സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.